ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ദാമോദര മാസം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ദാമോദരാർത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സത്സംഗം നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സരണരഘുനാഥാന്വിതം तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीशाखान्वितंश्च नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिनिति नामिने. आचार्यपादाय निताय कृपप्रदायिने गौरकथा धामदाय नगरग्रामतारिणे. ओम विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वतीति नामिने. श्रीवासवानवी देवी देताय कृपाब्धे कृष्णसम्बन्ध विज्ञानदायिनी प्रभुवे नमः. माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानिग भक्तिदा श्रीगौरकरुणा शक्ति विग्रहाय नमोस्तुते. नमस्ते गौरवाणी श्रीमूर्ते दीनतारिणी रूपानिगवृतप्रसिद्धान्त द्वन्द्वहारिणी. नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भूते पादाम्बुजायते नमः. नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानिगवरायते गौराविर्भावमेस्तं हृदयेष्टसज्जनप्रिय वैष्णव सर्वभौम श्रीजगन्नाथाय ते नमः. नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्यनामिने गुरुतुस्ये नमः. पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं. वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते. वेदां सुरदोपङ्गोर्मम मुन्दमदेर्गनिमत्सर्वस्य पादाम्बोजो राधामदनमोहन. दिव्यवृन्दारण्यकल्पद्रुमद श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीरघुविन्ददेव प्रेष्ठादिभिः सेव्यमानस्वरामि. श्रीमन्द्रसरसारम्भी श्रीवरत्तटस्थिता कर्षन् बेलुस्मरे गोपीनाथ श्रीस्तुना. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि. जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द. जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द. हरे कृष्ण 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 हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम राम हरे हरे. मुखं करोति वाचालं भङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीशं. हरि ओം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ചർച്ച തുടരാം. മൂന്നാമത്തെ സ്കന്ധം 25-ാമത്തെ അധ്യായം. ദേവഹൂതി ദേവി
കർദമ പ്രജാപതിയുടെ ഭാര്യ, കപിലമുനിയുടെ അമ്മ, സാക്ഷാൽ ഭഗവാൻ കപിലമുനിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മ വിഷമത്തിലിരിക്കുകയാണ്. കാരണം കർദമ പ്രജാപതി എല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ വിഷമത്താൽ ഇരിക്കുന്ന അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഈ ലോകത്തിൽ പല പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കുന്നതിനും അപ്പുറത്തായിട്ടുള്ള ഒരു അറിവ്, അതാണ് അതീന്ദ്രിയ ജ്ഞാനം. ആ ജ്ഞാനമാണ് നമ്മളെ ഈ ഒരു ലോകത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്. അപ്പോൾ ചില വ്യക്തികൾ വിചാരിക്കും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ലോകം എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്കിതുവരെയും മനസ്സിലായിട്ടില്ല. നമ്മൾ ബദ്ധാവസ്ഥയിലാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? ഒരു ജീവാത്മാവിൻ്റെ ബോധം ഭൗതിക വസ്തുവകകളിലാവുമ്പോൾ ആ ജീവാത്മാവ് ബദ്ധാവസ്ഥയിലാണ്. ഒരു ജീവാത്മാവിൻ്റെ ബോധം ഭഗവാനെക്കുറിച്ചായിരിക്കുമ്പോൾ ആ വ്യക്തി മുക്താവസ്ഥയിലാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു, ബദ്ധാവസ്ഥയും മുക്താവസ്ഥയും. ഇത് വളരെ സൂക്ഷ്മമായിട്ട് സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ എത്ര നിങ്ങൾക്കത് പറഞ്ഞു നൽകിയാലും ഈ അറിവുകൾ നിങ്ങൾ സ്വയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അന്വേഷിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു സാക്ഷാത്കാരം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സാക്ഷാത്കാരം ലഭിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു അനുഭൂതി കിട്ടുന്നത്. ആ സാക്ഷാത്കാരം ഭാഗികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പല പല സമയങ്ങളിൽ കിട്ടാറുണ്ട്. അതായത് നമ്മുടെ ആത്മാവിൻ്റെ ബോധത്തിനനുസരിച്ച് നമുക്ക് ഭൗതികതയും ആത്മീയതയും അനുഭവിച്ചറിയാൻ പറ്റും. അതാണ് അവബോധം, കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഭഗവാനെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ബോധാവസ്ഥയിലെങ്കിലും ഇരിക്കണം. എന്താണ് ബോധം? നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുമ്പോൾ ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധം. പക്ഷേ നമ്മൾ കൂടുതലും, ഞാൻ ഇതിനു മുമ്പേ പല സത്സംഗത്തിലും പറഞ്ഞു, ഇന്ദ്രിയ അവബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇന്ദ്രിയ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ ആസ്വാദന അവബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ച് ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൂടുതലും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും, ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളെ നൽകാം എന്നുള്ളൊരു ബോധത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? എത്ര പേർ അംഗീകരിക്കുന്നു? കമൻസിലിടാം. ഇപ്പം നാവിന് എങ്ങനെ രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാം, കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകൾ എങ്ങനെ കാണാം, ചെവിക്ക് നല്ല, നമ്മുടെ മനസ്സിന് ഇഷ്ടം, ഇതിൻ്റെ എല്ലാം സെൻറ്റർ മനസ്സാണെന്നുള്ളത്. മനസ്സിനൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യത്തില്ല. മനസ്സ് വളരെയധികം ബുദ്ധിമുട്ടി, വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം പോലും ആസ്വദിക്കാൻ തോന്നത്തില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കേൾക്കാൻ താല്പര്യപ്പെടത്തില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ്. അപ്പം മനസ്സ് പല പല അനുഭവങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മനസ്സിൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങൾക്കനുസരിച്ച് മനസ്സ് തന്നെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അതിനനുസരിച്ചുള്ള. അത് എങ്ങനെയായിരിക്കാം? ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നോ അതിലൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വരും. ധ്യായതോ വിഷയ പുംസം സംഗസ്തേഷു ഭജായതേ സംഗത് സഞ്ജായതേ കാമാത് ക്രോധോ വിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീതയിൽ അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ഭൗതിക വിഷയത്തിൽ ആസക്തനായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ ആഴത്തിൽ അല്ലെങ്കിൽ കുറേ നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിനുമായിട്ടൊരു സ്വാഭാവികമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ട്, അതായത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഭൗതികതയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുകൊണ്ട്
കാരണം കുറേ ജന്മങ്ങളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരേ മനസ്സാണല്ലോ നമ്മൾ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് നമ്മൾ ശ്രമിക്കുകയാണ്. ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അതുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരും, അല്ലേ? ഏതൊരു വിഷയമാണെങ്കിലും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി ആദ്യമായിട്ട് കള്ള് കുടിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മൾ കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, കള്ള് ഒരിക്കലും നല്ലതല്ല. പക്ഷേ ഞാൻ പറയുന്നത്, കള്ള് കുടിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ആദ്യം അതിനോട് താല്പര്യം കാണത്തില്ല. കൂട്ടുകാരുടെ ആ നിർബന്ധത്തിൽ വഴങ്ങി ആ ഒരു രസത്തിന് വേണ്ടി കുടിക്കുന്നു, വീണ്ടും വീണ്ടും കുടിക്കുന്നു, കൃത്യമായിട്ട് കുടിക്കുന്നു, അധികം ഗ്യാപ്പില്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കുടിക്കുന്നു. അങ്ങനെ കുടിച്ച് എന്താവുന്നു, അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നു. സിഗരറ്റ് സ്മോക്കിങ് അതേപോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരിക്കലും നമുക്ക് നല്ലതല്ല. ആധ്യാത്മികമായിട്ടും ഹെൽത്ത് വൈസും ഒരു കാരണവശാലും നല്ലതല്ല. പക്ഷെ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത്, അതേപോലെ എങ്ങനെയാണോ തെറ്റിനോട് ആസക്തനാവുന്നത്, ഏതൊരു കാര്യവും നമുക്ക് തുടക്കത്തിൽ നമുക്ക് അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് തോന്നത്തില്ല. പക്ഷെ അത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അറ്റാച്ച്മെൻറ്റ് വർദ്ധിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സതിൽ മഗ്നമാകുന്നു. പിന്നെ നമ്മുടെ വേറൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാരീരികമായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് നമ്മുടെ മനസ്സ് വളരെയധികം ട്രെയിൻഡാണ്. വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സങ്ങ് ഏർപ്പെടും. അതായത് നമുക്ക് ഭക്ഷണ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്ന വസ്തുവകകളിൽ നമുക്കത് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മനസ്സ് അതിന് അങ്ങനെ ശീലിച്ചു പോയിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് വിരമിച്ച് ഒരു വിരക്തിയിലിരിക്കുക, തപസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം ഈ മനസ്സിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ അടിയൻ പറയുന്നത്, ഈ മനസ്സിൻ്റെ ചിന്തകൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാര ലോകത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്തു പറ്റും, നമ്മൾ അതിലങ്ങ് ലോക്കായി കിടക്കും. തുടർച്ചയായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾക്കനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിന്തകൾ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങളാവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ, ഇങ്ങനെ കറങ്ങി, ഇതിനെയാണ് ഊരാക്കൊടുക്കെന്ന് പറയുന്നത്, സംസാര സാഗരം എന്ന് പറയുന്നത്. ഒരു കാരണവും ഇല്ലാതെ നമ്മൾ ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. ഇതാണ് ബദ്ധാവസ്ഥ. ഇപ്പോൾ പുതിയൊരാൾ ഈ സത്സംഗം ഇപ്പം കേൾക്കുമ്പോൾ അവർ വിചാരിക്കും, ഇത് എന്തുവാ സ്വാമിജി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം ഇവിടെ ലോക്ക്ഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ജനിക്കുമ്പോൾ മുതൽ പൂർവജന്മവാസനകൾ, ഇതും ചിന്തകളാണ്. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ചിന്തകൾ. പിന്നെ ഈ ലോകത്തിൽ നമ്മൾ വന്നതിന് ശേഷം കുട്ടിക്കാലം മുതലേ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അതും നമ്മുടെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുകയാണ്, കാഴ്ചകളിലൂടെയും ശബ്ദത്തിലൂടെയും, അല്ലേ? ഇതെല്ലാം നമ്മുടെ മനസ്സിൽ. അന്നേരം ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് നമ്മൾ. സോ നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്രയും ജന്മങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അതിൻ്റെ എക്സ്പീരിയൻസുകളും, പിന്നെ കുട്ടിക്കാലം മുതലേ നമ്മളെ ഏതൊരു എക്സ്പീരിയൻസിലൂടെയാണോ വളർത്തിയത്, അതിൻ്റെ എല്ലാം ഒരു ആകെത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. സോ നമ്മൾ ഇതാണോ? ഇതല്ല നമ്മൾ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ എന്തല്ല അത് നമ്മളാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഫോഴ്സിബിളി ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തി വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിനെയാണ് ബദ്ധാവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇത് പല പ്രാവശ്യവും ഞാൻ സത്സംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഒരു പണ്ടത്തെ സിനിമയിൽ നായകനോ നായികയ്ക്കോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്ന് അവരുടെ യാഥാർത്ഥ്യം മറന്ന് അവർ വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ പഴയ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടി, അതായത് ആ വ്യക്തിയെ ചൂഷണം ചെയ്യാൻ പ്ലാൻ ചെയ്ത വ്യക്തി, അതായത് ഒരു വ്യക്തിക്ക് ഈ ഓർമ്മ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പൂർവ്വ ചരിത്രവും അറിയാം,
പിന്നെ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ടുണ്ട്, ഇവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട്. അതുകൊണ്ട് ആ വ്യക്തി മനഃപൂർവ്വം പൂർവ്വ ചിന്തകളും ഓർമ്മകളും വരാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ പ്ലാൻ ചെയ്യും, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും സാഹചര്യം ഉണ്ടാക്കാതിരിക്കും, അല്ലേ? വളരെ പ്ലാൻ ചെയ്ത് പഴയ ഓർമ്മകളിലെല്ലാം മായ്ച്ചു കളയും. പഴയ ഫോട്ടോസും അതും ഇതും ഒക്കെ, അങ്ങനെയുള്ള ഒരു കാര്യവും ഈ വ്യക്തിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നില്ല. കാരണം എന്തുകൊണ്ട്? അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഓർമ്മ തിരിച്ചു വന്നാലും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ, എല്ലാം ഓർമ്മയാണ്. നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല, ബന്ധങ്ങളും ഇല്ല, ഒന്നുമില്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ആരാണെന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികൾ ആരാണെന്ന് നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മൾ ഇതാണ് അതാണെന്ന് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ ചിന്തകളെല്ലാം മാഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണ്, എന്താണ്? എല്ലാം ഓർമ്മകളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ജന്മത്തിലും പുതിയ ഓർമ്മകൾ നമുക്ക് കിട്ടുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ നഷ്ടപ്പെടുകയാണ്. അപ്പം ഈ ജന്മത്തിലെ ഞാൻ ആരാണെന്നുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്, അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ഞാൻ കേൾക്കാറുണ്ട്, പല സിനിമകളിലും ഇപ്പോൾ അതാണ് വളരെ ഓർമ്മ നഷ്ടപ്പെടുന്ന രോഗങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇവിടുത്തെ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. നായകന് ഓർമ്മ നഷ്ടപ്പെടുന്നു, നായികയ്ക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നു, മെല്ലെ മെല്ലെ അവർ എല്ലാം മറന്നു പോകുന്നു. അപ്പോഴേ വളരെ സെൻറ്റിമെൻ്റൽ ഇമോഷണൽസ്, അയ്യോ എനിക്ക് ആ ബന്ധം നഷ്ടപ്പെട്ടു, അവർ നഷ്ടപ്പെട്ടു എന്ന ഇമോഷൻസ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും ഓർമ്മകളിൽ സ്റ്റക്കായിരിക്കുകയാണ്. ഈ ഓർമ്മകളില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഓരോ ജന്മത്തിലും പുതിയ പുതിയ ഓർമ്മകൾ കൊണ്ട് നമ്മളിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയെ മാക്സിമം ചൂഷണം ചെയ്യാൻ വേണ്ടി പഴയ ഓർമ്മകൾ വരാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ആ വ്യക്തിയെ ഇടുന്നു. എന്നിട്ട് ആ വ്യക്തിയെ ഈ ലോകത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താം. അതാണ് മായാദേവി, അതാണ് കലി. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ശക്തമായി കഴിഞ്ഞാൽ പിന്നെ എന്തു പറ്റും? നമ്മൾ ആ ഒരു പഴയ കണക്ഷൻ നമുക്ക് കിട്ടും. കാരണം നമ്മളെല്ലാവരും, നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും, ഏത് ജാതിയിലുള്ളവനാണെങ്കിലും, ഏത് കുലത്തിലുള്ള വ്യക്തിയാണെങ്കിലും, ആണ് പെണ്ണ്, അതോ ഇനി ഏത് ജീവജാലങ്ങളാണെങ്കിൽ പോലും, നമ്മളെല്ലാവരും ആത്മാവ് യഥാർത്ഥത്തിൽ വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ്, ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്, ഗുരുവായൂരപ്പൻ്റെ ലോകത്തിൽ നിന്നാണ്. അപ്പോൾ ആ ലോകത്തിൽ നിന്ന് വന്ന നമുക്ക്, സത്യം, ആ ലോകത്തിൽ നിന്ന് വന്ന നമ്മൾക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ, ഹരേ കൃഷ്ണ, ഒരു സത്സംഗം 5 മിനിറ്റ് ഇരിക്കട്ടെ. ഹരേ കൃഷ്ണ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഇരിക്കും ബ്രോ, ഇരിക്കാം മാത്തജി. അപ്പോൾ നമ്മൾ ഏത് ലോകത്തിൽ നിന്ന് വന്നാലും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവ് വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ്, ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഭൗതിക ഭഗവാനിൽ നിന്ന് അകന്ന് ആ വാതിലടച്ചോ, ഭഗവാനിൽ നിന്നും അകന്ന് ഈ ലോകത്തെ ആസ്വദിക്കാനും ഈ ലോകത്തെ നിയന്ത്രിക്കാനും നമ്മുടെ ഉള്ളിൽ ഒരു മനോഭാവം വന്നു. ആ ഒരു മനോഭാവമാണ് നമ്മളെ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എങ്ങനെയാണോ ഒരു ഓർമ്മ നഷ്ടപ്പെട്ട വ്യക്തി, ഈ പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കാണും, നായകൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു, നായികയുടെ ഓർമ്മ നഷ്ടപ്പെട്ടു, ഇപ്പോഴത്തെ സിനിമകളിലും ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ചിലപ്പോൾ ഒരു വ്യക്തി ചൂഷണം ചെയ്യാൻ നോക്കുകയാണ്. ആ വ്യക്തി എങ്ങനെയെങ്കിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ പഴയ ഓർമ്മകൾ വരാത്ത രീതിയിൽ ഒരു സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് മായാദേവിയുടെ ജോലി. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ വരുന്നത് ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ്, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മകളും നമുക്ക് വരാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുക എന്നതാണ് മായാദേവിയുടെ ജോലി.
അതേപോലെയാണ് കലി. അന്നേരം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഭൗതിക ലോകം, മായാലോകം, അതുകൂടാതെ ഇത് കലിയുഗം. ഇത് രണ്ടും എഗൻസ്റ്റാണ്. പിന്നെ അത് കൂടാതെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം ഇംപ്രഷൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം ഇതൊന്നും നമ്മളെ അനുവദിക്കത്തില്ല ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനോ ഭഗവാന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാനോ. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനു വേണ്ടിയായിരിക്കും ആ വ്യക്തിയുടെ ജീവിതവും സമയവും കൊടുക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ മായാദേവി ഒരിക്കലും അനുകൂലമാക്കത്തില്ല. നമ്മൾ സ്വമേധയാ ഒരു വോളണ്ടറിലി അതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തിയാലേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കലിയുഗമാണ്, സത്യയുഗമല്ല, ത്രേതായുഗമല്ല, ദ്വാപരയുഗമല്ല. അതുകൊണ്ട് ആധ്യാത്മിക കാര്യത്തിൽ സ്വമേധയാ ഒരു താല്പര്യം തോന്നുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അന്നേരം നമ്മൾ സ്വയം തീരുമാനിക്കണം നമുക്ക് എത്രത്തോളം ഭക്തിയിൽ പുരോഗമിക്കണം. അതിനു വേണ്ടി 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ ഭഗവാന് വേണ്ടി കൊടുക്കുന്നു. കാരണം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പുതിയ വ്യക്തികൾ ചിലപ്പോൾ ചിന്തിക്കും, അപ്പോൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടേ. അന്നേരം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യഥാർത്ഥ ഓർമ്മ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത്? നേരത്തെ അടിയാൻ പറഞ്ഞതുപോലെ എല്ലാം ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞാൻ ആരാണെന്ന് എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ ഉള്ളിടത്തോളം കാലമേ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂ. അതേപോലെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങൾ പോലും ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഓർമ്മ നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടു മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച. എല്ലാവരുടെയും ഉള്ളിലും ഇരിക്കുന്ന പരമാത്മാവ് ഗുരുവായൂരപ്പൻ, അദ്ദേഹമാണ് എല്ലാവർക്കും ഓർമ്മ നൽകുന്നത്, അദ്ദേഹമാണ് എല്ലാവർക്കും മറവി നൽകുന്നത്, അദ്ദേഹമാണ് എല്ലാവർക്കും അറിവുകൾ നൽകുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർമ്മ നൽകുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറവി നൽകുന്നത്? എന്താണോ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭഗവാൻ തരും, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്. നമ്മൾ എന്താണോ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള മറവി നമുക്ക് നൽകും. എന്തിനെക്കുറിച്ചാണോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകും. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ എപ്പോഴാണോ ഭക്ത കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, അപ്പം ഭഗവാനായിട്ട് ബന്ധപ്പെട്ട അറിവുകൾ നമുക്ക് നൽകും. ഭഗവാനുമായിട്ട് നമ്മൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നൽകി നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ അകറ്റും. പക്ഷെ നേരെ മറിച്ച് നമുക്ക് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിയും ഭഗവാൻ നൽകും. ഭഗവാനെ എങ്ങനെ മറന്ന് ജീവിക്കാം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. ഇനി ഭഗവാനെക്കുറിച്ച് ആരെങ്കിലും നമുക്ക് പറഞ്ഞു നൽകിയാലും അത് എങ്ങനെ വിശ്വസിക്കാതിരിക്കാം. അതായത് ഒരു നിരീശ്വരവാദിയുടെ ഉള്ളിൽ പോലും ബുദ്ധി നൽകുന്നത് ഭഗവാനാണ്. ഒരു ഈശ്വര വിശ്വാസിയുടെ ഉള്ളിലും ബുദ്ധി നൽകുന്ന ഭഗവാനാണ്. ഒരു ഭക്തന്റെ വിശ്വാസവും അതും ഭഗവാന്റെ കാരുണ്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം എല്ലാവരുടെ ഹൃദയത്തിലും ഇരിക്കുന്ന അതേ പരമാത്മാവ് തന്നെയാണ്, ഒരേ പരമാത്മാവ് തന്നെയാണ് എല്ലാവർക്കും ഭക്തിക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള ആ ഒരു ബോധം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ട് നമുക്ക് ആഗ്രഹം തോന്നുന്നില്ല? എന്നാലും നമ്മൾ വല്ലാത്തൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഓർമ്മ നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ വ്യക്തിക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ആ വ്യക്തി ആരായിരുന്നോ, എന്തുവായിരുന്നോ, എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുമ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഇങ്ങനെ ഒരു 16 മാല നമ്മൾ നിത്യേന ജപിക്കുമ്പോൾ 4 യമനിയമങ്ങൾ പാലിക്കുമ്പോൾ എന്തു പറ്റും? നമ്മൾ ആ രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ഓർമ്മ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്.
ഇത് മാത്രമല്ല, ഭക്ത കൂട്ടായ്മയിൽ ഇതേപോലെ 16 മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും 4 യമനിയമങ്ങൾ പാലിക്കുന്ന ഭക്ത കൂട്ടായ്മയിൽ തുടർച്ചയായിട്ടൊരു സമ്പർക്കം. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഈ കലിയുഗത്തിൽ മായാലോകത്ത് പിടിച്ചിരിക്കാൻ കഴിയില്ല. ഭക്ത കൂട്ടായ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ആ ഒരു ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്യണം. അതിനുള്ള സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിൽ നിത്യേന നമ്മുടെ സമയം ഭഗവാന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരായാലും എന്തായാലും ഒരു ദിവസം ഈ ലോകം വിട്ടു പോകണം. അതിനു മുമ്പേ നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കണം. നമ്മുടെ ബോധം എന്താണ്, ഇതുവരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ ഈ ആയുസിൻ്റെ ഉള്ളിൽ ഇത്രയും വർഷം ഞാൻ എന്തൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞാൻ എന്ത് നേടിയെടുത്തു, ഇനി എത്ര കാലം എനിക്ക് ഉണ്ടായിരിക്കും എനിക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം മാക്സിമം എവിടെ നിന്നുകൊണ്ട് എങ്ങനെ എനിക്ക് ഭഗവാന് വേണ്ടി കൂടുതൽ സേവനങ്ങൾ ചെയ്യാം എന്നൊരു ചിന്തയായിരിക്കണം നമുക്ക്. ഏറ്റവും കുറഞ്ഞ പക്ഷം എന്ന് പറയാൻ കഴിയില്ല, ഏറ്റവും ഉത്തമമാണ് ഭഗവാന്റെ തിരുനാമം മാക്സിമം ജപിക്കണം. അതാണ് ഏറ്റവും ഉത്തമ സേവനം. നമ്മൾ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം നാമം ജപിക്കുന്നുവോ അത്രത്തോളം നല്ലതാണ്. പിന്നെ ആ നാമം നമുക്ക് ലഭിച്ചത് ഭഗവാന്റെ കാരുണ്യത്താൽ, ഗുരു പരമ്പരയുടെ കാരുണ്യത്താലാണ്. ആ നാമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് ഏറ്റവും ഉത്തമ സേവനം. അതാണ് ചൈതന്യ മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ അതേ ഗുരുവായൂരപ്പൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചു 500 വർഷങ്ങൾക്ക് മുമ്പേ. എന്നിട്ട് നമ്മൾ ഗീത എങ്ങനെ പഠിക്കണം, ഭാഗവതം എങ്ങനെ പഠിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കണം ഈ കലിയുഗത്തിൽ ഭഗവാന്റെ ലോകത്തിൽ. കാരണം ഇതിനു മുമ്പേ ഒരു യുഗങ്ങളിലും ഇത്രയും സൗഭാഗ്യം ഭഗവാൻ നൽകിയിട്ടില്ല. ഇതിനു മുമ്പേ ധ്യാനത്തിലൂടെ നമുക്ക് മാക്സിമം ആ ഒരു വൈകുണ്ഠപ്രാപ്തിയിലേക്ക് എത്താം. നമുക്ക് ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ ആ ഒരു വൈകുണ്ഠ ലോകത്തിലേക്ക് നമുക്ക് എത്തും. ഒരേ ഭഗവാൻ തന്നെയാണ്, പക്ഷെ എന്നാലും ത്രേതായുഗത്തിൽ യജ്ഞത്തിലൂടെ നമുക്ക് സാക്ഷാത്കാരം കിട്ടും. പക്ഷേ ഗോലോകപ്രാപ്തിയെക്കുറിച്ച് പറയുന്നില്ല. ദ്വാപരയുഗത്തിൽ വിഗ്രഹാരാധനയിലൂടെയൊക്കെ ആ വൃന്ദാവനത്തിലേക്കുള്ള ഒരു പ്രവേശനത്തെക്കുറിച്ച് പറയുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പോലും ആ വൃന്ദാവന ലീലകൾ വളരെ നിഗൂഢമായിട്ടാണ് പരാമർശിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ വന്നത്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകി എങ്ങനെ ഭക്തി പരിശീലിക്കണം. അങ്ങനെയാണ് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ലഭിച്ചതും വൃന്ദാവനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതും നമുക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഭഗവാന്റെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അതും ഇത് പുതിയതായിട്ടുള്ളൊരു കാര്യമല്ല. ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂതിരിപ്പാട് പറയുന്നുണ്ട് തിരുനാമം ജപിക്കുന്നതിനെ കുറിച്ച്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് നാമജപത്തെക്കുറിച്ച്. പിന്നെ നമ്മൾ എന്തിനു മടിക്കണം അല്ലേ? എന്നാൽ ഇത് പുതിയതായിട്ടുള്ള ഒരു അറിവൊന്നുമല്ല. വർഷങ്ങളായിട്ട് ആചാര്യന്മാർ പഠിപ്പിച്ചു നൽകിയ അതേ സന്ദേശം തന്നെയാണ് ശ്രീല പ്രഭുപാദ്ജി കാരുണ്യപൂർവം ഇത്രയും ലോകമെമ്പാടും ഇത്രയും സെൻറ്റേഴ്സ് സ്ഥാപിച്ച് അദ്ദേഹം 69ാമത്തെ വയസ്സിൽ ഇത്രയും കഷ്ടപ്പെട്ട് അമേരിക്കയിൽ പോയി ആ പ്രസ്ഥാനത്തെ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ആ ഒരു ശിക്ഷണങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, 4 യമനിയമങ്ങൾ പാലിക്കുക. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദേവഹൂതി ദേവി ആകെ വിഷമിച്ചിരിക്കുകയാണ്. ദേവിയുടെ വിഷമം കർദമ പ്രജാപതി, ഭർത്താവ് കർദമ പ്രജാപതി പോയി ഒന്നും പറയാതെ. അന്നേരം ദേവഹൂതി ദേവി എത്രമാത്രം കർദമ പ്രജാപതിയെ സ്നേഹിച്ചിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിലെ ശ്ലോകങ്ങളിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ഇപ്പോൾ ദേവിയുടെ വിഷമം മനസ്സിലാക്കി മകൻ കപിലമുനി പറഞ്ഞു കൊടുക്കുകയാണ്. തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാണഗേ ഋഷിനാം ശ്രോതു കാമാനാം യോഗം സർവാംഗ നൈപുണം. പുണ്യവതിയായ അമ്മേ, ഞാൻ അമ്മയ്ക്ക് ആ പുരാതനമായിട്ടുള്ള യോഗ പദ്ധതി പഠിപ്പിച്ചു തരാം. ഇതിനു മുമ്പേ ഞാൻ പല ഋഷിമാർക്കും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് പറഞ്ഞു. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? കാരണം പുരാതനമായിട്ടുള്ള അറിവ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ ചിലപ്പോൾ പേടിച്ചാണോ, അമ്മ വിചാരിച്ചാണോ പുരാതനമായിട്ടുള്ള ഋഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ഒരു ചിന്ത വന്ന് കാണാം. ഛേദഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ
രതം വാ പുംസി മുക്തയേ. അന്നേരം ഈ ശ്ലോകം നമ്മൾ എടുത്തിരുന്നു. അതായത് ഒരു ജീവാത്മാവിൻ്റെ ബോധം ത്രിഗുണങ്ങളിൽപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ ബദ്ധാവസ്ഥ എന്ന് പറയുന്നു. അതേ ബോധം ഭഗവാനോട് ആസക്തനാകുമ്പോൾ ആ വ്യക്തി എന്തായി? മുക്താവസ്ഥയിലാണ്. അന്നേരം ബദ്ധാവസ്ഥ എന്താണ്, മുക്താവസ്ഥ എന്താണ് നമ്മൾ പഠിച്ചു ഇതിനു മുമ്പേ ഉള്ള സത്സംഗങ്ങളിൽ. ബദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ബോധം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുമ്പോൾ അത് ബദ്ധാവസ്ഥ. ഒരു വ്യക്തിയുടെ ബോധം ഭഗവാനിൽ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അത് മുക്താവസ്ഥ. എന്താണ് ഈ ത്രിഗുണങ്ങൾ? ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മുടെ ശരീരം, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതെല്ലാം ത്രിഗുണങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. ഈ ത്രിഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ വസ്തുവകകളും, നമ്മുടെ മനസ്സടക്കം എല്ലാം ഈ ത്രിഗുണങ്ങളെ വെച്ച് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ത്രിഗുണങ്ങളുടെ പല പല കോമ്പിനേഷനുകളാണ് നമ്മുടെ ഈ ചുറ്റും കാണുന്ന എല്ലാം. ഈ ത്രിഗുണങ്ങളില്ലെങ്കിൽ ഈ ഭൗതിക ജീവിതം ഇല്ല. അത്രയ്ക്ക് ആഴത്തിലാണ് ഈ ത്രിഗുണങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് പണ്ട് സത്സംഗങ്ങളിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. എങ്ങനെയാണോ ചില നിറങ്ങൾ കൊണ്ട് പല പല നിറങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്നത്. പണ്ട് ഈ നമ്മുടെ ടി വി ഒക്കെ വരുമ്പോൾ അതിൽ RGB എന്ന് പറയും, റെഡ്, ഗ്രീൻ, ബ്ലൂ കളർ. ഈ 3 കളർ വെച്ച് നമുക്ക് എല്ലാ കളേഴ്സും ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്, അതിൻ്റെ പല കോമ്പിനേഷൻ വെച്ചിട്ട്. അന്നേരം അതേപോലെ നമ്മുടെ ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിൻ്റെ മിശ്രിതം, അതായത് സത്വഗുണത്തിനകത്ത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സത്വഗുണത്തിനകത്തുള്ള സത്വഗുണത്തിൽ വീണ്ടും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ പല പല കോമ്പിനേഷനുകൾ ഈ ത്രിഗുണങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റും. അത് ആരും ഉണ്ടാക്കുന്നതല്ല, അത് സ്വമേധയാ അത് ഉണ്ടായി പോകുന്നതാണ്. അന്നേരം അങ്ങനെ പല പല കോമ്പിനേഷനുകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം നിർമ്മിക്കപ്പെടുന്നത്. അവരുടെ മനസ്സിനനുസരിച്ച് ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ മനസ്സാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ മനസ്സിൻ്റെ ചിന്തകളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചാണ് നമ്മളൊരു ഗുണത്തിൽ ആസക്തനായി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സാത്വികരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് സാത്വിക കാര്യങ്ങളിലായിരിക്കും ഇഷ്ടം. രാജസികമായിട്ടുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇഷ്ടം. തമസിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇഷ്ടം. അപ്പോൾ തമസ് എന്ന് പറയുമ്പോൾ കള്ളു കുടിക്കുന്നു, മാംസാഹാരം ഭക്ഷിക്കുന്നു, ഒരു മൃഗീയ ജീവിതം. രാജസിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാഭ ഇച്ഛയ്ക്ക് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മുതൽ രാത്രി വരെ എത്ര കാശ് കിട്ടുന്നു, എത്ര ലാഭം ഉണ്ടാക്കുന്നു, ഇത് മാത്രം ചിന്തിക്കുന്നു. സത്വഗുണത്തിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ശരീരമല്ല ആത്മാവാണെന്ന്. അവർ ആത്മീയ കാര്യത്തിൽ താല്പര്യം കാണിക്കും. ലളിതമായിട്ടുള്ള ജീവിതം, ഉയർന്ന ജീവിതം, അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികൾ അവരാണ് സാത്വികരായിട്ടിരിക്കുന്നത്. അവർക്കാണ് മനസ്സമാധാനം ലഭിക്കുന്നത്. രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ളവർക്ക് മനസ്സമാധാനം ലഭിക്കത്തില്ല. കാരണം എന്താ? രജോ ഗുണത്തിലുള്ള വ്യക്തികൾ ആഗ്രഹങ്ങളിൽ മുങ്ങിക്കിടക്കും. ഇന്ന് എനിക്ക് എത്ര കിട്ടി, ഇന്ന് എനിക്ക് എത്ര നഷ്ടപ്പെട്ടു, ലാഭനഷ്ടങ്ങളുടെ ആ ഒരു ചിന്തകളിൽ അവർ വീണ് കിടക്കും. അവർക്ക് അതുകൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. തമോ ഗുണത്തിലുള്ള വ്യക്തികൾ പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ട് അതിൽ മഗ്നമായിട്ടിരിക്കുന്നതുകൊണ്ട് അവർക്കും സമാധാനം കിട്ടത്തില്ല. അവരുടെ ജീവിതം അന്ധകാരത്തിലായിരിക്കും. പക്ഷെ സത്വഗുണത്തിലിരിക്കുന്ന വ്യക്തികൾ മുക്താവസ്ഥയിൽ എത്തിയില്ലെങ്കിലും അവർക്ക് സമാധാനം കാണും. അതാണ് സത്സംഗം എന്ന് പറയുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിലുള്ള വ്യക്തികളുമായിട്ട് സത്വഗുണമായിട്ടൊരു സമ്പർക്കം. സത്വഗുണം ഇല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ട് അടിയൻ അങ്ങനെ പറയുന്നു? കാരണം ഏതൊരു കാര്യം തുടക്കമിടണമെങ്കിലും രജോ ഗുണം വേണം. രജോ ഗുണം എന്ന് പറഞ്ഞ ഒരു പാഷൻ, ഒരു എക്സൈറ്റ്മെൻറ്റ്, വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ ഏതൊരു വ്യക്തിക്കും ഏതൊരു കാര്യവും ചെയ്യാൻ പറ്റൂ, തുടക്കമിടാൻ പറ്റൂ. ആ ഒരു സംരംഭം നിർത്തണമെങ്കിൽ വളരെ എളുപ്പമാണ്, ചെയ്യാതിരുന്നാൽ പോരെ, അല്ലേ? മടി പിടിച്ച് അതിനെ നശിപ്പിക്കാൻ പറ്റും. തുടങ്ങാൻ എളുപ്പമാണ്, മുടക്കാനും എളുപ്പമാണ്. പക്ഷേ തുടർന്ന് കൊണ്ടുപോകാനാണ് ബുദ്ധിമുട്ട്. അതിന് സത്വഗുണം വേണം. അതായത് ഒരേ കാര്യം തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ സത്വഗുണം വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ വിവാഹ ജീവിതമൊക്കെ വർഷങ്ങൾ നീണ്ട് നടക്കുമായിരുന്നു. അത് ഒരിക്കലും ആ ഹസ്ബൻഡും വൈഫിൻ്റെ ആ റിലേഷനിൽ ഒരിക്കലും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വളരെ കുറവായിരുന്നു കേൾക്കുന്നത്. ഇപ്പോൾ എന്താണ്, വളരെ സിമ്പിൾ കാര്യമായിട്ടാണ് അത് നടക്കുന്നത്. വളരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വിവാഹമോചനം,
അങ്ങനെയൊക്കെ നടക്കുന്നു. എന്തുകൊണ്ട്? കാരണം ആ ഒരു സത്വഗുണത്തിൻ്റെ അഭാവമാണ്. രജോ ഗുണം വരുമ്പോൾ ഈഗോ ഒരുപാട് കൂടും. തമോ ഗുണം ഉണ്ടാകുമ്പോൾ മറ്റൊരാളുടെ മറ്റൊരാൾക്ക് വേദനിക്കും. അവരും ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ കാണത്തില്ല. ഏതറ്റം വരെ പോവും. നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതൊന്ന് ആലോചിച്ച് നോക്കും, ഈ ഗുണങ്ങൾ എത്രമാത്രമാണ് ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സത്വഗുണത്തിലില്ലാത്ത വ്യക്തികളോട് നമുക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. ഇനി മനസ്സിലായാലും മനസ്സിലാവത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർ അമ്പലത്തിലൊക്കെ പോവും, വിശ്വാസികളായിരിക്കും, കുറിയൊക്കെ ഇട്ട് നടക്കും, പക്ഷെ പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടും, വഴിപാടുകൾ ചെയ്യും. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല ഭഗവാൻ ആരാണ്. പുറമെ അവർ എങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നതേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി അവർക്ക് കിട്ടിയിട്ടില്ല. ആ കണക്ടിവിറ്റി എന്തിനേറെ പറയുന്നു, വലിയ വലിയ പൂജാരിമാർ, തന്ത്രിമാർ അവർക്ക് പോലും ആ കണക്ടിവിറ്റി കിട്ടാറില്ല. വളരെ നിർഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവിധ മന്ത്രതന്ത്രങ്ങളും എല്ലാം അറിയാം, വേദമന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ഉരുവിടും, പക്ഷേ ജ്യോതിഷ പണ്ഡിതന്മാരായിരിക്കും, എല്ലാം അറിയാമായിരിക്കും, പക്ഷേ ഉള്ളിൽ ആ കണക്ടിവിറ്റി കാണത്തില്ല. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മൊബൈൽ ഫോണുണ്ട്, സിം കാർഡും ഉണ്ട്, പക്ഷേ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, റീചാർജ് ചെയ്തിട്ടില്ല, പിന്നെ ആ ഫോൺ കൊണ്ട് എന്താ പ്രയോജനം? അതേ അവസ്ഥയിലാണ് എല്ലാവരും ഇന്ന് ഇരിക്കുന്നത്. നല്ല വില കൂടിയ ഫോണാണ്, നല്ല കുലത്തിൽ ജനിക്കുന്നു, നല്ല സാത്വികരായിട്ട് പുറമെ കാണപ്പെടുന്നു, പക്ഷെ സാത്വിക അവസ്ഥ, രാജസിക അവസ്ഥ, താമസിക അവസ്ഥ എന്നത് വേഷവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ ആണെങ്കിലും പ്രധാനമായിട്ട് മനസ്സിൻ്റെ ചിന്തകൾ അനുസരിച്ചാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വ്യക്തി സാത്വികനാവുന്നത് സാത്വികനായിട്ട് ചിന്തിക്കുമ്പോഴാണ്. ഒരു വ്യക്തി രാജസികനാവുന്നത് രാജസികനായിട്ട് ചിന്തിക്കുമ്പോഴാണ്. ഒരു വ്യക്തി താമസികനാവുന്നത് താമസികനായിട്ട് ചിന്തിക്കുമ്പോഴാണ്. കാരണം എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നോ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കും, എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നോ അത് തന്നെയാണ് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അപ്പോൾ സത്സംഗത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ആ വിശുദ്ധ സത്വം, ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾക്കും അപ്പുറത്താണ്. സാക്ഷാൽ ഭഗവാനാണ്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഓരോ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഭഗവാനുമായിട്ട്, ആ ഗുരുവായൂരപ്പനുമായിട്ട് നമുക്കൊരു സമ്പർക്കം ലഭിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ നേരെ ഉയരും. അതായത് നമ്മൾ ശ്രവിക്കുമ്പോൾ എങ്ങനെ ശ്രവിക്കണം? ഇപ്പോൾ നമ്മൾ പുറം ലോകത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പല പല ശബ്ദങ്ങൾ, നമ്മളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ഒരുപാട് വ്യക്തികൾ പല പല കാര്യങ്ങളും സംസാരിക്കും. അതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ മുന്നിലിരിക്കുന്ന ആ വ്യക്തിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഭാഗവതം നമ്മൾ നന്നായി ഫോക്കസ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബോധത്തെ ഉയർത്തും. ബോധം ഉയരുമ്പോൾ എന്തു പറ്റും? ചിന്തകൾ ഉയരും. ചിന്തകൾ ഉയരുമ്പോൾ എന്തു പറ്റും? സംസാരം ആ രീതിയിലായിരിക്കും, പ്രവൃത്തി അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ എല്ലാ രീതിയിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ അടിയൻ പറയുന്നത്, ഈ സത്സംഗം കേൾക്കുന്നതിലൂടെ, ഭാഗവത പഠനത്തിലൂടെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ബോധം കണക്റ്റഡ് ആവാതെ ഭാഗവതം പഠിച്ചിട്ടും കാര്യമില്ലേ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭാഗവതം പവർഫുള്ളാണ്, പക്ഷേ അത് കയറേണ്ട രീതിയിൽ കയറണം ഉള്ളിലോട്ട്. മനസ്സിലായില്ലേ? ഒരു മരുന്ന് അത് ഫലിക്കണമെങ്കിൽ ആ മരുന്ന് കഴിക്കണം. മരുന്ന് കഴിക്കാതെ അതിൻ്റെ ആ ഒരു ക്യാപ്സൂളിൻ്റെ ഭംഗിയും ആ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ ഭംഗിയും നോക്കിക്കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും ഒരുപാട് ഭാഗവത സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ആഴത്തിലോട്ട് ഒരു ശ്ലോകത്തിൽ പോലും നമ്മൾ പോകാറില്ലേ. ഭാഗവത കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഭാഗവതത്തിലോട്ട് ഇറങ്ങുന്നില്ല. ഭാഗവതത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാഗവതത്തിൽ ഇറങ്ങിയ വ്യക്തികളിൽ നിന്നേ നമുക്ക് ആ ഭാഗവതത്തിലോട്ട് ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ ആ മരുന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോഴാണ് ഭാഗവതത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അതും ഇത് പുതിയതായിട്ടുള്ള അറിവല്ല. നമ്മൾ ആചാര്യന്മാരെ പുറമോട്ട് പോയി നോക്കുകയാണെങ്കിൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഇത് തന്നെയാണ് പറയുന്നത്. മേൽപ്പത്തൂറിൻ്റെ നാരായണീയത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രീല പ്രഭുപാദി നമ്മളെ പഠിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ പഠിക്കുന്ന ഇതേ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ബോധത്തെ ഉയർത്താനാണ്. നമ്മുടെ ബോധം ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാകുമ്പോൾ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നമ്മുടെ ബോധം മഗ്നമായിട്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ബദ്ധാവസ്ഥയിലാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു 24 മണിക്കൂറിൽ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്,
ഏതൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം നമ്മൾ ബദ്ധാവസ്ഥയിലാണ്. നമ്മൾ എപ്പോഴാണോ ഭഗവത് കാര്യങ്ങളിൽ കൂടുതൽ മഗ്നമായിട്ടിരിക്കുന്നത്, ഭഗവാന്റെ തിരുനാമം ജപിക്കുകയും ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നതും, ആ നിമിഷങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് മുക്താവസ്ഥയിലാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അഹം മമാഭിമാനോത്തൈ കാമലോഭാധിവിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. എപ്പോഴാണോ, ഇവിടെ കപിലമുനി പറയുകയാണ്, എപ്പോഴാണോ നമ്മൾ കാമത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ പ്രഭാവത്താൽ ഉണ്ടാകുന്ന കാമത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും നമ്മൾ പുറത്തു വരുന്നത്, അതെങ്ങനെ ഉണ്ടാകുന്നു? ആ നിത്യാഹങ്കാരം എങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ എൻ്റേത് എന്നുള്ള ചിന്തകൾ, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെന്നാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥ, അപ്പോഴാണ് ഒരു വ്യക്തി എല്ലാവിധ അശുദ്ധികളിൽ നിന്നും പുറത്തു വരുന്നത്. നമുക്ക് പുറമേ കുളിക്കാൻ പറ്റും അല്ലേ, പക്ഷേ മനസ്സ് ശരിയായില്ലെങ്കിൽ എത്ര കുളിച്ചിട്ടും കാര്യമില്ല. ഉള്ളിൽ നിന്നാണ് നമ്മൾ കുളിക്കേണ്ടത്. ഉള്ളിൽ നിന്ന് എങ്ങനെ കുളിക്കണം? ഭഗവാന്റെ നാമജപത്തിലൂടെ. ആ നാമജപത്തിലൂടെയും സത്സംഗം കേൾക്കുന്നതിലൂടെയും, ആ സത്സംഗം കേട്ടങ്ങ് മറക്കാതെ കേട്ടതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. നമ്മുടെ ചിന്തകളിലൂടെ മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്ന് ആ ക്ലീനിങ് നടത്താൻ പറ്റൂ. വേറെ ആർക്കും നമ്മുടെ ഉള്ളിൽ കയറാൻ കഴിയില്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്ന് ക്ലീൻ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ ഉള്ളിൽ നിന്നും ക്ലീനിങ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അന്നേരം നമ്മുടെ ഉള്ളിലെ ആ തമസിനെ അകറ്റണം എന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും. അത് ഞാൻ ആ ശ്ലോകം നിങ്ങളോട് പറയാം. ഭഗവത്ഗീതയിൽ അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്, ചതുശ്ലോകി ഭഗവത്ഗീതയിലെ. ഒരു മിനിറ്റ്, ഞാൻ അതെടുക്കാം. ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായം 8, 9, 10, 11 ശ്ലോകങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഈ 4 ശ്ലോകങ്ങളിൽ കംപ്ലീറ്റ് ഭഗവത്ഗീത ഉണ്ടെന്നാണ്. അതായത് 8ാമത്തെ ശ്ലോകം, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിത. ഭഗവാൻ പറയുന്നത്, അഹം സർവസ്യ പ്രഭവോ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ആധാരം ഞാനാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ആ വ്യക്തി എന്ത് ചെയ്യും? എപ്പോഴും എൻ്റെ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും എൻ്റെ ഭക്തിയിൽ ഏർപ്പെട്ടുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മജ്ഞാനം. നവവിധ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭഗവാനെക്കുറിച്ച് കേൾക്കും, ഭഗവാനെക്കുറിച്ച് സംസാരിക്കും. അന്നേരം ആരാണ് അങ്ങനെ ഏർപ്പെടുന്നത്? ആർക്കാണോ ബോധ്യപ്പെട്ടത് എന്ത്? ഭഗവാനാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്, എല്ലാം. അഹം സർവസ്യ പ്രഭവോ, ഇതാർക്കാണോ ബോധ്യപ്പെട്ടത് ആ വ്യക്തി അങ്ങനെ ഇരിക്കും. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയാ? മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തര് അവരുടെ ചിന്തകൾ എപ്പോഴും മച്ചിത്ത മദ്ഗത പ്രാണ, മച്ചിത്ത, അവരുടെ ചിത്തം എപ്പോഴും എന്നിലായിരിക്കും. ചിത്തം എന്ന് പറഞ്ഞാൽ ബോധമാകാം, ചിന്തകളാവാം, എല്ലാം എപ്പോഴും എന്നിലായിരിക്കും. മച്ചിത്ത മദ്ഗത പ്രാണ, അവരുടെ ജീവിതം എനിക്ക് വേണ്ടിയായിരിക്കും, എൻ്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് അങ്ങനെ എങ്ങനെയാ? ബോധയന്ത പരസ്പരം, അവരെപ്പോഴും മറ്റുള്ളവരെയും ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ അതുകൂടാതെ എന്ത് ചെയ്യും? കഥയന്തശ്ച മാം നിത്യം, അവരെപ്പോഴും തമ്മിൽ എന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിലെന്ത് ചെയ്യും? തുഷ്യന്തി ച രമന്തി ച, അതിലവർ ആനന്ദം കണ്ടെത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടിലും ഏർപ്പെടുന്ന വ്യക്തികൾക്ക് എന്താ പറ്റുന്നതെന്ന് പറയാം. 10ാമത്തെ ശ്ലോകത്തിൽ പറയാം, തേഷാം സതതയുക്താനാം, ഇങ്ങനെ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഭജതാം പ്രീതിപൂർവം, വളരെ സന്തോഷത്തോടു കൂടി എന്നെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, നാമം ജപിക്കുന്നു, സേവനങ്ങൾ ചെയ്യുന്നു. ദദാമി ബുദ്ധിയോഗം തം, ഞാൻ അവർക്ക് ബുദ്ധി നൽകുന്നു. എന്തിനാ? യേന മാം ഉപയാന്തി തേ, എങ്ങനെ എൻ്റെ അടുത്ത് എത്താം എന്നുള്ളൊരു വഴി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ആർക്കാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഏതാ? അഹം സർവസ്യ പ്രഭു, ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ആധാരം എന്ന് മനസ്സിലാക്കിയ വ്യക്തികൾ, അവർ എപ്പോഴും ദൃഢനിശ്ചയത്തോടു കൂടി
എനിക്ക് എൻ്റെ സേവനങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു? മച്ചിത്ത, എന്നിൽ തന്നെ അവരുടെ മനസ്സെ ഏർപ്പെടുത്തിക്കൊണ്ട് എന്നെ തന്നെ ലക്ഷ്യമാക്കി മത് ഗതപ്രാണ, അവരുടെ ജീവിതം എനിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ബോധയന്ത പരസ്പരം കഥയന്തശ്ചമാം നിത്യം, എപ്പോഴും എൻ്റെ ലീലകൾ ശ്രവിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. തുഷ്യന്തീച്ച രമന്തീച്ച, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെ തേഷാം സതതയുക്താനാം, എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഭജതാം പ്രീതിപൂർവം, എന്നെ വളരെ പ്രീതിയോടുകൂടി ജപിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ദദാമി ബുദ്ധിയോ, ഞാൻ ബുദ്ധി നൽകുന്നു എൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയുള്ള വഴി. ഇനി അടുത്ത ശ്ലോകമാണ് ഞാൻ നേരത്തെ ആ ഭാഗവതമായിട്ട് കണക്ട് ചെയ്ത്. എന്താണ്? തേഷാം ഏവ അനുകമ്പാർത്ഥം, അവരോട് അനുകമ്പ തോന്നി. അതായത് എനിക്ക് വേണ്ടി ഇത്രയും അവർ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും? അഹം അജ്ഞാനജം തമാ, അവരുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഞാൻ അകറ്റുന്നു. എന്നാലോചിച്ച് നോക്കണേ. അപ്പം ഭഗവാൻ അകറ്റാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നമുക്ക് എന്തുകൊണ്ട് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം തോന്നുന്നില്ല? കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അഹം സർവസ്യ പ്രഭവോ, അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്സെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ ഉറച്ച ബുദ്ധിയോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല. പിന്നെ അടുത്ത എന്താ? മച്ചിത്ത, നമ്മുടെ ബോധം ഭഗവാനിലല്ല. മദ്ഗതപ്രാണ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ടില്ല. ബോധയന്ത പരസ്പരം, മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. കഥയന്തശ്ചമാം നിത്യം, ഭഗവാന്റെ ലീലാശ്രവണത്തിലല്ല നമ്മുടെ മനസ്സെപ്പോഴും ഇരിക്കുന്നത്. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുന്നില്ല. തുഷ്യന്തീച്ച രമന്തീച്ച, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം, സന്തോഷത്തോടുകൂടി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നമുക്ക് ബുദ്ധി ലഭിക്കുന്നില്ല, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ലഭിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം ലഭിച്ചതിന് ശേഷം എന്ത് പറ്റും? 11ാമത്തെ ശ്ലോകം, തേഷാം ഏവ അനുകമ്പാർത്ഥം, അങ്ങനെയുള്ള വ്യക്തികളോട് കാരുണ്യം കാണിക്കാൻ. അഹം അജ്ഞാനജം തമാ, ഭഗവാൻ ഉള്ളിലുള്ള എല്ലാ അജ്ഞാനത്തെ അകറ്റുന്നു. ഇന്ന് എല്ലാവരും അതൊരു ഭഗവത്ഗീത എടുത്ത് നോക്കണം. അടിയൻ പറഞ്ഞ ഈ ശ്ലോകങ്ങൾ 10ാമത്തെ അധ്യായത്തിലെ 8, 9, 10, 11 ശ്ലോകങ്ങൾ എത്ര മനോഹരമാണെന്നറിയോ? അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി? കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. എന്നിട്ട് ഈ 8, 9, 10 നമ്മൾ കറക്റ്റായിട്ട് നോക്കുമ്പോൾ 11ാമത്തെ കാര്യം ഭഗവാൻ നോക്കും. എന്താണ്? തേഷാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമ. അന്നേരം എന്തു പറ്റും? നശ്യാമി ആത്മഭാവസ്തോ, അവരുടെ ഹൃദയത്തിലുള്ള എല്ലാ അജ്ഞാനവും അകറ്റി ജ്ഞാനദീപേന ഭാസ്വത, ജ്ഞാനത്തിന്റെ ദീപം ഞാൻ തെളിയിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശ്ലോകം പറഞ്ഞതിന് ശേഷമാണ് അർജുനൻ എന്താ പറയുന്നത് അറിയോ? അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. ഭഗവാനെ, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങാണ് പരബ്രഹ്മം, അങ്ങാണ് പരംധാമം, പവിത്രം, അങ്ങാണ് ഏറ്റവും പവിത്രമായിട്ടുള്ളത്. പരമം ഭവാൻ, അങ്ങേക്ക് അപ്പുറമായിട്ട് വേറൊന്നുമില്ല. പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും അഹം സ്വാം ഋഷിയ സർവേ ദേവർഷി നാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. ഇതിനു മുമ്പേ നാരദ മഹർഷിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങ് ആദിപുരുഷനാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണ്, എല്ലാം പറഞ്ഞു. ദേവല ഋഷിയും വ്യാസമഹർഷിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അത് അനുഭവിച്ചറിയുന്നു. അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സർവമേതദ്രുതം മന്യേ യന്മാം വാദസി കേശവ നൈതേ ഭഗവാൻ വ്യക്തിം വിദുർദേവ നദാനവ. കൃഷ്ണ, ഞാൻ പൂർണ്ണമായിട്ടും അങ്ങ് പറഞ്ഞു നൽകിയ എല്ലാത്തിനെയും ഞാൻ അംഗീകരിക്കുന്നു. ദേവന്മാർക്കോ അസുരന്മാർക്കോ ആർക്കും അങ്ങേ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയം ഏവ ആത്മനാത്മാനം വേത്തത്വം പുരുഷോത്തമ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. അങ്ങാണ് സർവസ്വം, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, എല്ലാത്തിൻ്റെ ആധാരമാണ്, ജഗന്നാഥനാണ്, ദേവന്മാരുടെയും ദേവനാണ് എന്ന് അർജുൻ പറയാണ്. വക്തും അർഹസ്യ ശേഷേന ദിവ്യ ഹി ആത്മവിഭൂതയ യാഭിർവിഭൂതിഭിർലോകാൻ ഇമം സ്തം വ്യാപതിഷ്ഠസി. അങ്ങനെ പിന്നെ വിഭൂതി യോഗം. അന്നേരം ഇടിയം പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാ? 24 മണിക്കൂറിലും നമ്മൾ കൂടുതൽ
ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക. നവവിധ ഭക്തി, അതിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ അജ്ഞാനത്തെ ഭഗവാൻ അകറ്റും. അജ്ഞാനത്തെ അകറ്റുമ്പോൾ എന്തു പറ്റും? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യം തോന്നത്തില്ല, ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം വർദ്ധിക്കും. ഇപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? കാരണം ഇപ്പോഴും അജ്ഞാനം ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. ഒരു ആചാര്യൻ പറയുന്നു, നമ്മൾ ചെവി എന്ന് പറഞ്ഞ കദംബ വൃക്ഷത്തെ പോലെയാണ്. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ യമുനാ നദിയാണ്. അവിടെ കാമക്രോധ മോഹലോഭ മത മത്സരാദികളുടെ കാളിയൻ വന്നിങ്ങനെ വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ തിരുനാമം കേൾക്കുമ്പോൾ, ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്തു പറ്റും? ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തിൽ കയറി നമ്മുടെ ഉള്ളിലെ എല്ലാം അകറ്റി, അജ്ഞാനത്തെ അകറ്റി എന്തു പറ്റും? ഭഗവാൻ ഒരു നിത്യവാസം അവിടെ ഉറപ്പിക്കും. അപ്പോൾ നമ്മുടെ ഹൃദയം എന്തായി മാറും? വൃന്ദാവനമായിട്ട് മാറും. ഇതാണ് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി നമുക്ക് നാളെ 7 മണിക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരും രാവിലെയും വൈകുന്നേരത്തും ദാമോദരാർത്തി തീർച്ചയായിട്ടും ചെയ്യണം. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. കാർത്തിക മാസം കൂടുതൽ ഭഗവാന് വേണ്ടി തപസ് ചെയ്യുക, കൂടുതൽ ജപിക്കുക, ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, പ്രചരണം ചെയ്യുക. മോനെ, ആ കസേര എടുത്ത് പൊട്ടിയാന്ന് തോന്നുന്നു. അതും പൊട്ടിയത്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ദാമോദരാർത്തി പാടി ഇന്നത്തെ സത്സംഗം നിർത്താം. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രജമാനം യശോദാഭിയോലോകലാതവമാനം പരാമൃഷ്ടമത്യന്തദോധൃത്യ ഗോപ്യ രുദന്തം മുഹുർനേത്രയുഗ്മമൃജന്തം कराम्बोजयुग्मेन सादङ्गनेत्रं मुहुश्वासकं पात्रीरेखाघकण्ठ स्थितग्रैवं दामोदरं भक्तिभक्तम् इति दृक्स्वलीलाभिरानन्दकुण्डे स्वघोषं निभजन्तम् अख्यप्रियन्तम् तदीयेषिदग्नेषु भक्तिजितत्वं पुनः प्रेमतस्थं शतावृत्ति वन्दे वरं देवमोक्षं न मोक्षवदिम्ब न चान्यं वृणेऽहं वरेशदपिह इदं देव पूर्णाथ गोपालबालं सदा मे मनस्याविरस्तति मन्ये इदं ते मुखाम्बोजम् अत्यन्तनीले वृतं कुण्डलै स्निग्धरक्तेश गोप्या मुहुश्चुम्बितं बिम्बरक्तधरं मे मनस्याविरास्तं मालं लक्ष्यलाभे नमो देवदामोदरनन्त विष्णो प्रसीद प्रभो दुःखजलपिमग्नम् कृपादृष्टिवृष्ट्यादिदीनं वदानो ग्रहाणेश मामज्ञं मेद्यक्षदृश्यै कुबेरात्मजो बद्धमूर्तये यत्त्वं त्वया मोचितो भक्तिभाजौ कृतौ च तथा प्रेमभक्तिं स्वकामे प्रयच्छ न मोक्षे ग्रहो मेऽस्ति दामोदरेह नमस्ते स्तुदाम्ने स्फुरद्दीप्तिदाम्ने त्वदीयोत्तरायात विश्वस्य दाम्ने नमो राधिकायै त्वदीया प्रियायै नमो नन्तलीलाय देवाय तुभ्यं हरे कृष्णा कृष्ण कृष्ण हरे 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 राम രാമ രാമ ഹരേ ഹരേ. അപ്പോൾ ഈ ദാമോദരാഷ്ടകം രാവിലെയും വൈകിട്ടും പാടി. എൻ്റെ അർത്ഥം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഭഗവാൻ ഉണ്ണിക്കണ്ണനെ യശോദാമ്മ ഉരുളിൽ കെട്ടുകയാണ്. ആ സുന്ദരമായിട്ടുള്ള ദൃശ്യം, കാരണം എന്താണ് ഈ സുന്ദരമായിട്ടുള്ള ദൃശ്യം? ഭഗവാൻ ഈ ലോകത്തിൽ എന്തിനെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ?
ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. 33 ദേവന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം, കൃപാകടാക്ഷത്തിന് വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും, വിഷ്ണു സാക്ഷാൽ ഭഗവാൻ തന്നെയാണെങ്കിൽ പോലും ഭഗവാന്റെ വിസ്തരണമാണ്. അന്നേരം ആ വിഷ്ണു പോലും ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ കൃപാകടാക്ഷത്തിന് വേണ്ടി കൊതിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ. അപ്പോൾ അതേ ഉണ്ണിക്കണ്ണൻ അമ്മയുടെ ഒരു അടിയെ പേടിച്ചിട്ട് ഇങ്ങനെ കരയുകയാണ്. എന്നിട്ട് ആ പേടിച്ച് ഭഗവാന്റെ ആ മകരകുണ്ടലങ്ങളും കഴുത്തിലിരിക്കുന്ന മാലയൊക്കെ ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ കയ്യിലിരിക്കുന്ന വടി കണ്ടിട്ട് ഭഗവാൻ ഇങ്ങനെ കണ്ണിങ്ങനെ തിരുമ്മി കരയുന്നു. ഭഗവാന്റെ കണ്ണിലെ കൺമഷിയെല്ലാം ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരികയാണ് മുഖത്തിലൂടെ. ആ സുന്ദരമായിട്ടുള്ള ദൃശ്യം കണ്ടിട്ട് സത്യവ്രത മുനി പറയുകയാണ്, ഭഗവാനെ ഞാൻ എന്താ പറയുക, ഈ മനോഹരമായിട്ടുള്ള ലീല, അങ്ങയുടെ ലീല എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഭഗവാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, എന്നിട്ടും പേടിക്കുകയാണ്. അന്നേരം ഇതിനെക്കുറിച്ച് കുന്തി മഹാറാണിയും പറയുന്നുണ്ട്, ഭഗവാനെ അഭിനയിക്കുകയാണോ അതോ യഥാർത്ഥത്തിൽ കരയുകയാണോ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കുന്തി ദേവി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യവ്രത മുനി ഭഗവാന്റെ ഭഗവാന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ആ കയറിനെ, ഉദരത്തിൽ കെട്ടിയിരുന്ന ആ കയറിനെ നമിക്കുന്നു, ഭഗവാന്റെ ഉദരത്തെ നമിക്കുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ലീലകൾ കൊണ്ട് ഗോകുലത്തെ മുഴുവൻ ആനന്ദത്തിൽ അങ്ങ് മുക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വേറൊന്നും വേണ്ട ഭഗവാൻ, അങ്ങേക്ക് എന്ത് വരം പോലും നൽകാൻ പറ്റും. കാരണം നളകുബേരനെയും മണിഗ്രീവനെയും പോലെ കുബേരന്റെ മക്കളാണ്. കുബേരൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, ദേവന്മാരുടെ ഖജനാവ് നിയന്ത്രിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ മക്കളെ പോലും, കുബേരന്റെ മക്കളെ പോലും ഉദ്ധരിച്ചത് അങ്ങാണ്. അങ്ങേക്ക് എന്താ തരാൻ പറ്റാത്തത്? സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം, പേര് പ്രശസ്തി എല്ലാം നൽകാൻ പറ്റും, ഏത് വരം പോലും നൽകാൻ പറ്റും. പക്ഷെ എനിക്ക് അതൊന്നും അല്ല ഭഗവാനെ വേണ്ടുന്നത്. എനിക്ക് എന്താ വേണ്ടത്? അങ്ങയുടെ ഈ സുന്ദരമായിട്ടുള്ള രൂപം, അങ്ങയുടെ ഈ ബാലഗോപാല രൂപം, യശോദാമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ രൂപം ഉണ്ടല്ലോ, അതെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമേ. ആ പ്രേമഭക്തി, അതാണ് ഭഗവാൻ. ആചാര്യന്മാർ പറയുന്നു, ബാക്കി എല്ലാം ഭഗവാൻ നൽകും. നമ്മളെ വളരെ എളുപ്പത്തിൽ ബ്രഹ്മലോകം വരെ എത്തിക്കാൻ പറ്റും. ദേവലോകമൊക്കെ ഒന്നുമല്ല, അതൊക്കെ സിമ്പിളാണ് ഭഗവാൻ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാൻ എന്തും തരാൻ പറ്റും, വൈകുണ്ഠ പ്രാപ്തി വരെ തന്നെ. അതും ഇവിടെ സത്യവ്രത മുനി പറയും, എനിക്ക് വൈകുണ്ഠം വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ ഭക്തി, പ്രേമഭക്തി, ഭഗവാനോട് ആ പ്രേമം തോന്നുന്നുണ്ടല്ലോ, ആ പരിശുദ്ധ പ്രേമം, അതെല്ലാവർക്കും കിട്ടത്തില്ല. അത് കിട്ടിയോ പിന്നെ എന്തു പറ്റും? ഭഗവാൻ ആ ഭക്തന്റെ നിയന്ത്രണത്തിലാവും. അതാണ് ആചാര്യന്മാർ പറയുന്നത്. പിന്നെ ആ ഭക്തൻ എവിടെ പോയാലും ഭഗവാൻ കൂട്ടത്തിൽ കാണാം. അന്നേരം ആ ഒരു, കാരണം ഈ ലോകത്തിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്, ഗുരുവായൂരപ്പനാണ്. അപ്പൊ ഭഗവാനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പരിശുദ്ധ പ്രേമഭക്തി കൊണ്ടേ പറ്റൂ. അന്നേരം ഇത് ഭഗവാനെ നിയന്ത്രണത്തിലാക്കാനും അതിനൊന്നും വേണ്ടിയല്ല, ഭഗവാനോടുള്ള ഭക്തി, അതാണ് എല്ലാ ജീവാത്മാക്കളും ആഗ്രഹിക്കേണ്ടത്, എല്ലാവർക്കും വേണ്ടുന്നത് അതാണ്. പക്ഷെ ആർക്കും അത് അറിഞ്ഞൂടാ. അതാണ് ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭക്തനായിട്ട് ഈ ലോകത്തിൽ വന്നപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാവർക്കും കൃഷ്ണ പ്രേമത്തിന്റെ ആ മാമ്പഴം ഫ്രീ ആയിട്ട് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എല്ലാവരും മുന്നോട്ട് വരുന്നില്ല, ആരും മേടിക്കാൻ തയ്യാറാവുന്നില്ല. അവർ മുന്നോട്ട് വന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ്. യോഗ്യത അയോഗ്യത ഞാൻ ഒന്നും നോക്കുന്നില്ല, അവരിത് സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന്. അപ്പോൾ ഇവിടെ സത്യവ്രത മുനി പറയുന്നു, എത്രയോ വരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? അങ്ങയുടെ ആ സുന്ദരമായിട്ടുള്ള മുഖം കാണാൻ പറ്റുക, അനന്ത വിഷ്ണു ദാമോദര, ഈ മൂഢനായിട്ടുള്ള ഈ ബദ്ധാത്മാവിനെ രക്ഷിക്കണമേ. അപ്പോൾ സത്യവ്രത മുനി എന്തിനാ അങ്ങനെ പറയുന്നു? അദ്ദേഹം മൂഢനാണോ? അല്ല, നമുക്ക് വേണ്ടി പറയുക. നമ്മളാണ് മൂഢരായിട്ടുള്ള വ്യക്തികൾ. കാരണം എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല ഭഗവാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്. മറ്റു പലതിൻ്റെ പുറകിൽ ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സത്യവ്രത മുനിയിലൂടെ നമ്മൾ അജ്ഞാനത്തിൽ വീണ് കിടക്കുകയാണ്. അങ്ങനെ സത്യവ്രത മുനി ഇവിടെ പ്രാർത്ഥിക്കുന്നു, ശ്രീമതി രാധാറാണിയുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പ, ദാമോദര, യശോദ അമ്മയുടെ എല്ലാമായ ഭഗവാനെ, എന്നെ ഈ ഭൗതിക ബദ്ധാവസ്ഥയിൽ നിന്നും ഉദ്ധരിക്കണമേ. അന്നേരം ഇതാണ് ദാമോദരാഷ്ടകത്തിൻ്റെ ആ ഒരു അർത്ഥം. രാവിലെയും വൈകിട്ടും ദാമോദരാർത്തി ചെയ്യുക. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും. ഞാൻ പറഞ്ഞു, ഭഗവാന്റെ തൃപ്പാദത്തിൽ 4 പ്രാവശ്യം, നാഭിഭാഗത്ത് 2 പ്രാവശ്യം, ഭഗവാന്റെ മുഖത്ത് ശ്രീമുഖത്ത് 3 പ്രാവശ്യം, മൊത്തത്തിൽ ഭഗവാൻ 7 പ്രാവശ്യം. ഇതേപോലെ യശോദാമ്മയ്ക്കും അങ്ങനെ രാവിലെയും വൈകിട്ടും നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുക. അതിലൂടെ ഒരുപാട് അനുഗ്രഹം നമുക്ക് കിട്ടും, ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയും. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാനിൽ അന്യാഭിലാഷിതാശൂന്യം, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാനുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്യുക. നമ്മുടേതായിട്ടുള്ള ലാഭഹിച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്.
കാരണം ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കുചേലൻ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ കുചേലനെല്ലാം കിട്ടിയത്? അല്ലേ? നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഭഗവാൻ നൽകും. അല്ലാതെ നമ്മൾ ചോദിക്കുന്ന എല്ലാം അനാവശ്യമായിരിക്കും. കാരണം നമ്മൾ കൊച്ചു കുട്ടികളെ പോലെയാണ്. കൊച്ചു കുട്ടികൾക്ക് അറിയത്തില്ല എന്താണ് നല്ലത്, എന്താണ് നല്ലതല്ലാത്തത്. കണ്ണിൽ കാണുന്ന എല്ലാം നമുക്ക് വേണം, അല്ലേ? അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തതും എല്ലാം. പക്ഷെ നമ്മൾ ഭക്തിയിൽ മുന്നേറുമ്പോൾ എന്ത് പറ്റും? ഒരു അച്ഛൻ, ഒരു അമ്മ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത്, അതേപോലെ നമുക്ക് ആവശ്യമുള്ളത് ഭഗവാൻ നൽകും. ആവശ്യമില്ലാത്തതെല്ലാം അകറ്റുകയും ചെയ്യും. അതാണ് ഭഗവാനെ എല്ലാവർക്കും പേടി. കൃഷ്ണഭക്തിയിൽ വരാൻ എല്ലാവർക്കും പേടിയാണ്. ഒരു വിചാരിക്കും ഭഗവാൻ കുറേ പരീക്ഷിക്കും. ഭഗവാൻ പരീക്ഷിക്കുന്നതല്ല, ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയാണ്. കാരണം മറ്റ് എല്ലാ ദേവന്മാരും എങ്ങനെയാ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കും ചിലപ്പോൾ. കാരണം എന്താ, അതൊരു ഒരു അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഒരു അച്ഛനും അമ്മയുടെ അടുത്തും നമ്മളൊരു കാര്യം ഒന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും പെട്ടെന്നും തരത്തില്ല. പക്ഷെ അതേ സമയത്ത് കൊച്ചച്ഛൻ്റെ അടുത്തോ മാമൻ്റെ അടുത്തോ അവരൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെയല്ലേ നമ്മൾ അവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ പെട്ടെന്ന് തരും. പക്ഷെ അത് വെച്ച് നമുക്ക് എന്ത് ഉപയോഗമുണ്ടോ ഉപയോഗം ഇല്ലെന്ന് ചിലപ്പോൾ അവർ ചിന്തിക്കത്തില്ല. പക്ഷെ അച്ഛനും അമ്മയും എങ്ങനെയാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ശ്രീമതി രാധാറാണി നമ്മുടെ അമ്മയാണ്, നമ്മുടെ അച്ഛനാണ് ഭഗവാൻ കൃഷ്ണൻ. അന്നേരം രാധാറാണിയും ഭഗവാൻ കൃഷ്ണനും നമുക്ക് വേണ്ടി എന്താണോ തീരുമാനിക്കുന്നത് അതെല്ലാം കൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ തിരുനാമം ജപിക്കുക, കാർത്തിക മാസം നന്നായിട്ട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ദാമോദരാഷ്ടകം പാടി രാവിലെയും വൈകിട്ടും ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക. അതിലൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടും. ഇന്ന് സത്സംഗത്തിൽ വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.